എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വാഹനത്തിലെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഷാക്കിൾ, ലീഫ് സ്പ്രിംഗ്, ഫ്രണ്ട് റെയർ സസ്പെൻഷൻ എന്നിവ പരിഷ്കരിക്കാനും പരിശോധിക്കാനും പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ടോർഷൻ ബാറിൻ്റെ കോമ്പണൻറ്റ്സ് നീക്കം ചെയ്യുകയും ഡിസ്മാൻഡിൽ ചെയ്യുകയും ചെയ്യുക, ടോർഷൻ ബാർ അസംബിൾ ചെയ്ത് വാഹനത്തിൽ ഫിറ്റ് ചെയ്യുക, കോയിൽ സ്പ്രിംഗ് നീക്കം ചെയ്യുക, കോയിൽ സ്പ്രിംഗ് സംയോജിപ്പിച്ച് വാഹനത്തിൽ ഫിറ്റ് ചെയ്യുക, ഷാക്കിളിൻ്റെ ഓവർഹൗൾ, ലീഫ് സ്പ്രിങ്ങിൻ്റെ ഓവർഹൗൾ എന്നിവ ചെയ്യുവാൻ കഴിയും. ഇത് ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ, യന്ത്രസാമഗ്രികൾ, മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, ജാക്ക് ഒരെണ്ണം, ചുറ്റിക ഒരെണ്ണം, വാഹനം 1, ലീഫ് സ്പ്രിംഗ് ആവശ്യാനുസരണം, ഷാക്കിൾ ആവശ്യാനുസരണം, കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം, ഗ്രീസ് ആവശ്യാനുസരണം, ഓയിൽ ആവശ്യാനുസരണം, ബുഷസ് റബ്ബർ ആവശ്യാനുസരണം. ടോർഷൻ ബാർ സസ്പെൻഷൻ്റെ ഓവർഹോളിംഗ്. മിനുസമാർന്ന ലെവൽ ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്യുക. റിയർ വീൽസ് ചോക്ക് ചെയ്യുക. ഫ്രണ്ട് വീൽസ് ജാക്കപ്പ് ചെയ്ത് ഫ്രെയിമിന് താഴെ ഹോസുകൾ വയ്ക്കുക. സ്പ്ലിന്റ് പിൻ നീക്കം ചെയ്ത് സ്റ്റിയറിംഗ് ആമിൻ്റെ നട്ട് രണ്ടറ്റങ്ങളിലും അയവ് വരുത്തുക. വീൽസ് നീക്കം ചെയ്യുക. ലോവർ സസ്പെൻഷൻ ആമിനെ പിന്തുണയ്ക്കുക. ലോവർ ആമിൽ നിന്ന് ഷോക്ക് അബ്സോർബർ വിച്ഛേദിക്കുക. ഫ്രെയിം, സസ്പെൻഷൻ ആം എന്നിവയിൽ നിന്ന് റബ്ബർ ബുഷസ് ഉള്ള ഐ ബോൾട്ടിൻ്റെ റിയർ എൻഡ് എക്സ്റ്റൻഷൻ ആം നീക്കം ചെയ്യുക. ആമിൽ നിന്ന് സപ്പോർട്ട് നീക്കം ചെയ്യുക. ലോവർ ആമിൽ ചോക്ക് അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് ടോർഷൻ ബാറിൻ്റെ സ്ഥാനം മാർക്ക് ചെയ്യുക. റിയർ ബ്രാക്കറ്റുമായി ബന്ധപ്പെട്ട് ടോർഷൻ ബാറിൻ്റെ സ്ഥാനം മാർക്ക് ചെയ്യുക. റീറ്റെയിനിങ് പ്ലേറ്റിൽ നിന്ന് സെറ്റ് സ്ക്രൂകൾ പുറത്തെടുക്കുക. ടോർഷൻ ബാറിൻ്റെ റിയർ എൻഡിൽ നിന്ന് സി നീക്കം ചെയ്യുക. നട്ട്, ബോൾട്ട് എന്നിവ നീക്കം ചെയ്യുക. പിൻ എൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആം അല്ലെങ്കിൽ വെർനിയർ ബ്രാക്കറ്റ് ഫ്രെയിമിലേക്ക് സുരക്ഷിതമാക്കുക. പ്രത്യേക ഉപകരണത്തിൻ്റെ സഹായത്തോടെ ടോർഷൻ ബാർ നീക്കം ചെയ്യുക. ഇടത് കൈയിലെയും വലത് കൈയിലെയും ടോർഷൻ ബാറുകൾ നീക്കം ചെയ്യുക. വലതുവശത്തെയും ഇടത്തെയും ടോർഷൻ ബാറുകൾ പരസ്പരം മാറുന്നില്ലെന്ന് ഉറപ്പാക്കുക. ബ്ലൈൻഡ് എൻഡ്സിലെ സെറേഷനുകൾ പരിശോധിച്ച് ടോർഷൻ ബാറിൻ്റെ നേരായ സ്വഭാവം ഉറപ്പാക്കുക. ടോർഷൻ ബാറുകൾ തകരാറിലാണെന്ന് കണ്ടെത്തിയാൽ പുതിയവ മാറ്റിസ്ഥാപിക്കുക. ടോർഷൻ ബാർ കൂട്ടിച്ചേർക്കുക. ആവശ്യമായ ക്രമീകരണങ്ങൾക്കായി ലോക്കിംഗ് നട്ട് സ്ലാക്ക് ആയി നിലനിർത്തിക്കൊണ്ട് ടോർഷൻ ബാർ കൂട്ടിച്ചേർക്കുക. വീൽസ് ഘടിപ്പിക്കുക. ഹോസ് നീക്കം ചെയ്യുക. ജാക്ക് താഴ്ത്തി പുറത്തെടുക്കുക. റിയർ എൻഡിൽ വെർനിയർ ബോൾട്ട് തിരുകുന്നതിലൂടെ വെർനിയർ ബ്രാക്കറ്റ് ക്രമീകരിച്ച് സസ്പെൻഷൻ ഹൈറ്റ് ക്രമീകരിക്കുക. നിർമ്മാതാവിൻ്റെ ശുപാർശ അനുസരിച്ച് വെർനിയർ ബ്രാക്കറ്റ് മുകളിലേക്കും താഴേക്കും തിരിക്കുക. വെർനിയർ ബ്രാക്കറ്റ് മുകളിലേക്ക് തിരിക്കുന്നത് വാഹനത്തിൻ്റെ ഉയരം കുറയ്ക്കുന്നു. നിർമ്മാതാവിൻ്റെ ശുപാർശകൾ അനുസരിച്ച് സസ്പെൻഷൻ ഹൈറ്റ് പരിശോധിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. ബ്രാക്കറ്റ് ബോൾട്ടുകൾ മുറുക്കുക. കോയിൽ സ്പ്രിംഗ് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഓവർഹൗൾ. ആംസിൻ്റെ ഇടയിൽ കോയിൽ സ്പ്രിംഗ് ഘടിപ്പിച്ചിരിക്കുന്നു. റിയർ വീൽസ് ചോക്ക് ചെയ്യുക. വീൽ നട്ട്സ് അഴിച്ചുവെക്കുക. 1-2 ത്രെഡുകൾ. മുൻവശത്തെ സസ്പെൻഷൻ ജാക്കപ്പ് ചെയ്ത് ഉയർത്തി ഫ്രണ്ട് വീൽസിൽ ലോഡ് ഉണ്ടാകാതിരിക്കാൻ ഹോസസുകളെ ചാസിസ് സൈഡ് മെമ്പറിന് കീഴിൽ വയ്ക്കുക. ജാക്ക് വിട്ട് പുറത്തെടുക്കുക. ലോവർ ആമിനെ സപ്പോർട്ട് ചെയ്യുക. ഗ്രീസ് ക്ലിപ്പ്, കോട്ടർ പിൻ എന്നിവ നീക്കം ചെയ്യുക. കാസൽ നട്ടുകളും അഡ്ജസ്റ്റിംഗ് നട്ടുകളും നീക്കം ചെയ്യുക. വാഷർ നീക്കം ചെയ്യുക. ഔട്ടർ ബെയറിംഗ് നീക്കം ചെയ്യുക. ബ്രേക്ക് ഡ്രം നീക്കം ചെയ്യുക. ഗ്രീസ് റീറ്റെയിനറിനൊപ്പം ഇന്നർ ബെയറിംഗ് നീക്കം ചെയ്യുക.
സ്റ്റിയറിംഗ് നക്കിൾ അല്ലെങ്കിൽ സ്റ്റബ് ആക്സിൽ നിന്ന് ബ്രേക്ക് അസംബ്ലി നീക്കം ചെയ്യുക. ഗ്യാസ്കറ്റ് നീക്കം ചെയ്യുക. അപ്പർ ആം നട്ട്സ് അഴിച്ച് നട്ട്സും ഇന്നർ ഷാഫ്റ്റും പുറത്തെടുക്കുക. ഷോക്ക് അബ്സോർബറിന്റെ ഫൗണ്ടേഷൻ ബോൾട്ടിന്റെ മുകൾ ഭാഗം നീക്കം ചെയ്യുക. ഷോക്ക് അബ്സോർബർ ഫൗണ്ടേഷൻ ബോൾട്ടിന്റെ അടിഭാഗം നീക്കം ചെയ്യുക. അപ്പർ ആം ബോൾ ജോയിന്റ് നീക്കം ചെയ്യുക. ലോവർ ആം ബോൾ ജോയിന്റ് ഉപയോഗിച്ച് ലോവർ ആം നീക്കം ചെയ്യുക. സ്പിൻഡിൽ പുറത്തെടുക്കുക. സ്റ്റെബിലൈസർ റോഡ് നീക്കം ചെയ്യുക. ലോവർ ആമിന്റെ കീഴിൽ സാവധാനം പാക്കിംഗ് എടുക്കുക. ഷോക്ക് അബ്സോർബർ, സ്പ്രിംഗ് സീറ്റിംഗ് എന്നിവയ്ക്കൊപ്പം കോയിൽ സ്പ്രിംഗ് പുറത്തെടുക്കുക. എല്ലാ ഭാഗങ്ങളും കെരോസിൻ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ബോൾ ജോയിന്റ് ബുഷസ്, ആം ലിങ്ക്സ്, സ്പ്രിംഗ് സീറ്റിംഗ് സ്റ്റെബിലൈസർ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ കേടായ ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കുക. റീക്യാപ്പ്: ഈ വീഡിയോയിൽ ടോർഷൻ ബാറിന്റെ ഘടകങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്യുകയും പൊളിച്ചു മാറ്റുകയും ചെയ്യുക, ടോർഷൻ ബാർ അസംബിൾ ചെയ്ത് വാഹനത്തിൽ ഫിറ്റ് ചെയ്യുക, കോയിൽ സ്പ്രിംഗ് നീക്കം ചെയ്യുക, കോയിൽ സ്പ്രിംഗ് സംയോജിപ്പിച്ച് വാഹനത്തിൽ ഫിറ്റ് ചെയ്യുക, ഷാക്കിളിന്റെ ഓവർഹൗൾ, ലീവ് സ്പ്രിംഗ് ഓവർഹൗൾ ചെയ്യുക എന്നിവ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.